വിശദമായി നോക്കാം. ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി അനന്ത സുബ്രഹ്മണ്യത്തെ നോട്ടീസ് നൽകി വിട്ടയച്ചു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിട്ടയച്ചത്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഉണ്ണികൃഷ്ണന്റെ ഭൂമി ഇടപാടുകളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഡാൻ കുര്യനും ഒപ്പം ആജ്ഞ രവീന്ദ്രനും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഡാൻ കുര്യനിലേക്കാണ്. ഡാൻ, 2019 ജൂലൈയിൽ ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്ന് പറഞ്ഞ ആ സമയത്ത് പോലും മഹസറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ നേരെ ഒപ്പിട്ടത് അനന്ത സുബ്രഹ്മണ്യനാണ് എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ ഒന്നുകിൽ അന്ന് മുതലോ അല്ലെങ്കിൽ അതിനു മുൻപോ ഈ തുടങ്ങിയതാണ് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന എന്ന കാര്യം വ്യക്തം. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇയാളിൽ നിന്ന് വേണം മറ്റ് പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് കാര്യങ്ങളെത്താൻ. നാഗേഷ് ഉൾപ്പെടെയുള്ള, കൽപേഷ് ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം വേണം കാര്യങ്ങൾ പോകാൻ. എന്തൊക്കെ പ്രധാനമായും ഇയാളിൽ നിന്ന് മനസ്സിലാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അതീവ രഹസ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷണ സംഘം സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിവരങ്ങളും ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള വിഷയമായതിനാൽ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി തന്നെ കൈകാര്യം ചെയ്യുന്ന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഈ വിവരങ്ങൾ ലഭ്യമാകുന്നതിനടക്കം പരിമിതി നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അനന്ത സുബ്രഹ്മണ്യന് വളരെ അടുത്ത ബന്ധമുണ്ട്. അനന്ത സുബ്രഹ്മണ്യൻ ഒരു സഹായിയെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്നു. അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ഈ സ്വർണ്ണപ്പാളികൾ കയ്യിൽ വാങ്ങി അവിടെ നിന്ന് അത് ബംഗളൂരുവിലേക്കോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഒരു സ്ഥലത്തേക്കോ എത്തിച്ചത് ഒഴിച്ചാൽ ഇതിന്റെ കോൺസ്പിറസിയിൽ, ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടോ ഇയാൾ എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന ഒരു കാര്യം. അതിന് ഉത്തരം തേടുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിലൂടെ. മാത്രമല്ല ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല പോറ്റിക്കെതിരായ അന്വേഷണം. പോറ്റിയുടെ 2022-നും 2025-നും ഇടയിലുള്ള ഭൂമി ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൂടി വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. അവിടെയാണ് ഇയാൾ മറ്റ് ആർക്കൊക്കെയോ വേണ്ടി ബെനാമിയായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുവെന്ന സംശയം ബലപ്പെടുത്തുന്ന ചില തെളിവുകൾ ദേവസ്വം വിജിലൻസിന് നേരത്തെ ലഭിച്ചത്. ആ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും അത് കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം വിപുലമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സാമ്പത്തിക പശ്ചാത്തലം തന്നെയാണ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ വലിയ ധനികരായിട്ടുള്ള അയ്യപ്പ ഭക്തരിൽ നിന്ന് ഈ ശബരിമലയിലേക്ക് എന്ന പേരിൽ വലിയ തരത്തിൽ പണം വാങ്ങി ഈ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ന പേരിൽ വലിയ സാമ്പത്തിക സഹായം കൈപ്പറ്റിയതിനു ശേഷം അത് അവിടേക്ക് പൂർണ്ണമായി വിനിയോഗിക്കുന്നതിന് പകരം അത് സ്വയമായി കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്ന വിവരങ്ങളും തെളിവുകളുമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലേക്ക്, അതായത് ഈ ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുക, അതോടൊപ്പം സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം നടന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 10 ദിവസം പൂർത്തിയാകുകയാണ് SIT ഒരു അന്വേഷണം തുടങ്ങിയിട്ട്. അതിനിടയിലാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ നിർണായകമായ ചില വിവരങ്ങളുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. കാരണം അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് കൂടി തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തി രേഖപ്പെടുത്തിയാൽ അത് അന്വേഷണ സംഘത്തിനും സർക്കാരിനും ഒരുപോലെ വെല്ലുവിളിയാവും. അതുകൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായി ഈ ചോദ്യം ചെയ്യൽ, ഒരു ദിവസം മുഴുവൻ നീളുന്ന ചോദ്യം ചെയ്യൽ, അതിനുശേഷം നോട്ടീസ് നൽകി വിട്ടയക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിന്റെ ദിശ എങ്ങനെ ആയിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒരു കാര്യം കൂടി, ഈ SIT അന്വേഷണം അതിപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? പ്രധാനമായും SIT അന്വേഷണത്തിൽ നിന്ന് വേണം എപ്പോഴാണ് ഈ ശബരിമലയിലെ വലിയ മഹാകൊള്ളയുടെ കാര്യങ്ങൾ തുടങ്ങിയത്, എവിടെ വെച്ചാണ് ഈ ഗൂഢാലോചന ആരംഭിച്ചത്, ഇതിൽ ആരൊക്കെ പങ്കാളികളായി, ഇനി ഏതൊക്കെ വമ്പൻ സ്രാവുകൾ കുടുങ്ങാനുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ടത് SIT ആണ്. അപ്പോൾ ഈ അന്വേഷണം അത് എവിടെ എത്തി നിൽക്കുന്നു?
ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് 10 ദിവസം പിന്നിടുകയാണ് SITയുടെ അന്വേഷണം തുടങ്ങിയിട്ട്. അതിൽ 6ാമത്തെ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസം റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വിടുന്നു. ആ കസ്റ്റഡി കാലയളവിനുള്ളിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഞാനിപ്പോൾ ഉള്ള ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ദിവസങ്ങളായി ഉന്നത ഉദ്യോഗസ്ഥരുടെ SP ശശിധരൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിനിടെ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയെക്കുറിച്ചും അതിൽ 5 പേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിനുശേഷം താൻ മാത്രമല്ല, താനിതിൽ ഒരു കണ്ണി മാത്രമാണ് എന്ന തരത്തിലുള്ളൊരു മൊഴിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പല ആവർത്തി ചോദ്യം ചെയ്യുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് കണ്ണികൾ ആരൊക്കെയാണ്, ഇതിന്റെ പിവറ്റ് പോയിന്റ് ഏതാണ്, സ്ഥിരാകേന്ദ്രം ഏതാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളിലേക്കൊക്കെ അന്വേഷണ സംഘം കടന്നിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഹൈക്കോടതി അതിന്മേൽ നടത്തുന്ന നിരീക്ഷണം തുടരന്വേഷണത്തിൽ നിർണായകമായി മാറുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം തുടരുന്നത്. ആജ്ഞ രവീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ചും ഈ പ്രാഥമിക റിപ്പോർട്ട്, SIT അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ വെക്കുകയാണ്. അതീവ രഹസ്യമായാണ് അത് കോടതി പരിശോധിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം. അടച്ചിട്ട കോടതിയിൽ ഇത്തരത്തിലുള്ളൊരു നടപടികൾ അത് അസാധാരണം തന്നെയാണ്. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം കോടതിയിൽ? കോടതിയുടെ നിരീക്ഷണം അത് ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും ഇന്നത്തേത്. പ്രാഥമിക റിപ്പോർട്ടല്ല കോടതിയിൽ സമർപ്പിക്കുന്നത്, അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ്. അത് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു 2 ആഴ്ചയിൽ ഒരിക്കൽ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നുമാണ് കോടതിയുടെ ഉത്തരവ്. അതുമായി ബന്ധപ്പെട്ട് ഇടക്കാല റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. അതുമായി മാത്രമല്ല, ഭവി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അതീവ രഹസ്യമായിട്ടാണ് ഈ അന്വേഷണത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് അതിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാനാകില്ല. SIT ആയാലും കോടതി മുറിയിലായാലും അടച്ചിട്ട് കോടതി മുറിയിലാണ് ഹൈക്കോടതിയിൽ ഇതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ജസ്റ്റിസ് V. രാജാ വിജയരാഘവനും അതുപോലെ ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് അതീവ രഹസ്യമായിട്ട് തന്നെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത്. ഹൈക്കോടതിയുടെ തന്നെ ജുഡീഷ്യൽ രജിസ്ട്രാർ ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിച്ചിട്ട് ജുഡീഷ്യൽ രജിസ്ട്രാറാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ നമുക്ക് സമർപ്പിക്കാനാകും എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് SIT കോടതിയെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ ശബരിമലയുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്താനും അത് കൃത്യമായി ചിട്ടപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരുപക്ഷെ കോടതിയിൽ ബോധ്യപ്പെടുത്തിയേക്കാം. അത് മാത്രമല്ല, കോടതിയുടെ ഉത്തരവനുസരിച്ച് സ്വർണ്ണപ്പാളി ശബരിമലയിൽ ഫിക്സ് ചെയ്തു എന്നുള്ള വിവരം ദേവസ്വം ബോർഡും കോടതിയെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള SIT, അതുപോലെ തന്നെ സംഘത്തിലുള്ളത് മറ്റൊന്ന് SP S. ശശിധരനാണ്. മറ്റ് 2 SHOമാരോ ഒരു സൈബർ വിദഗ്ധൻ എന്നിവരാണ് SITയിലുള്ളത്. അതിൽ SP S. ശശിധരനായിരിക്കും ഇന്ന് ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ രഹസ്യമായിരിക്കണം എന്നും ഈ റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് SITക്ക് നിർദ്ദേശമുണ്ട്. അതുപോലെ മാധ്യമങ്ങൾ സംയമനം പാലിക്കണമെന്ന് മാധ്യമങ്ങൾക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരസ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. മാത്രമല്ല, SIT ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോഴും ഇതിന് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നതും വരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും പുറത്തു പോകരുത്. അതീവ രഹസ്യമായി അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിച്ച അല്ലെങ്കിൽ SITക്ക് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്ന കാലം മുതൽ പറയുന്നതാണ് അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി തന്നെ ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കണം എന്ന് തന്നെയാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ നമുക്ക് അറിയാൻ കഴിയില്ല. അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുള്ള ഉള്ളടക്കം എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു ഡെവലപ്മെന്റ്സ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയേക്കാം. ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിച്ചതും അതുപോലെ
ജസ്റ്റിസ് KT ശങ്കരൻ ശബരിമലയിലെ സ്വത്ത് വിവരങ്ങളുടെ അന്വേഷണം എത്ര വരെ എത്തി എന്നുള്ള കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയേക്കാം. ഭവ്യ. ആജ്ഞ രവീന്ദ്രനും ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത്. ഹിജാബ് വിവാദത്തിൽ എറണാകുളം സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സ്കൂൾ വിടാനൊരുങ്ങുന്ന കുട്ടികളുടെ TC അപേക്ഷയിൽ ഇന്ന് തീരുമാനമായേക്കും. LP സ്കൂളിലെ 2 കുട്ടികളുടെ രക്ഷിതാവാണ് സ്കൂൾ വിടാൻ അപേക്ഷ നൽകിയത്. അതേസമയം ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെ ഹൈക്കോടതി നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും ഹിജാബ് ധരിക്കുന്നതിന് വിലക്ക് നേരിട്ട വിദ്യാർത്ഥിനി സ്കൂൾ മാറുന്നതിൽ തീരുമാനമെടുക്കുക. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു രക്ഷിതാവ് തന്റെ 2 കുട്ടികളെ സ്കൂൾ മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. എന്തായാലും ആ കുട്ടികളുടെ സ്കൂൾ മാറ്റുന്ന കാര്യത്തിൽ അവർ പിന്നോട്ടില്ല എന്ന് ഉറച്ചു നിൽക്കുന്നു. ഇന്ന് അക്കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന് അറിയാൻ സാധിക്കുന്നു അല്ലേ? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കുട്ടിയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഇന്ന് സ്കൂളിലേക്ക് എത്തുന്നില്ല. അടുത്ത ദിവസമാണ് ഇത് സംബന്ധിച്ച് എന്താണ് തങ്ങൾ നൽകിയ അപേക്ഷയിൽ എന്തു തീരുമാനമെടുത്തു എന്നതറിയാനായിട്ട് അടുത്ത ദിവസം മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയത്. അതിനുശേഷം സ്കൂൾ അവധിയിലേക്ക് പോയിരുന്നു. സ്വാഭാവികമായും ഒരു വർക്കിംഗ് ഡേ ആണ്. സ്കൂൾ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി ഇത്തരം ഒരു അപേക്ഷയിൽ അവർക്ക് ഇന്ന് തീരുമാനമെടുക്കുകയും അടുത്ത ദിവസം മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്യാം. ഏതായാലും സ്കൂൾ ഇതുവരെയും അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ നിലപാടിൽ ഏതെങ്കിലും മാറ്റങ്ങളുണ്ടോ, അതിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ചർച്ചയിലേക്ക് പോലും സ്കൂൾ അധികൃതർ അവർ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഈ നിമിഷം അറിയാനായിട്ട് സാധിക്കുന്നത്. അതിന് തുടർന്ന് ഏതെങ്കിലും ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുമോ എന്ന് വ്യക്തതയില്ല. എന്തു വന്നാലും തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് മാതാപിതാക്കൾ പറയുന്നത്. അതിനെ അവർ എടുക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഹിജാബ് അല്ല അവരുടെ ഒരു വിഷയമെന്നത് അവർ പറയുന്നു. സ്കൂൾ അങ്ങനെ ഒരു നേരത്തെ വിലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു നടപടികളല്ല. പക്ഷേ ആ വിഷയത്തിലുള്ള ഇവരുടെ പ്രതികരണം, പ്രത്യേകിച്ച് സ്കൂൾ പ്രിൻസിപ്പളിൻ്റെയും അതോടൊപ്പം തന്നെ PTA പ്രസിഡൻ്റെയും എല്ലാം തന്നെ പ്രതികരണം വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അത് ഒരു തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ച സംഭവമായിരുന്നു. ഹിജാബ് ധരിക്കുന്നവരെ കാണുന്നത് വിഷമുണ്ടാക്കുന്നു എന്നതെല്ലാം തന്നെ പറയുന്നത് ആഴത്തിൽ തങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നത് പറയുന്നു. അതുകൊണ്ട് തങ്ങൾ കുട്ടികളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിലൊരു പ്രസ്താവനകൾ നടത്തുന്ന അവർക്ക് കീഴിൽ എത്രമാത്രം തങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് വിശ്വാസമില്ല എന്നതെല്ലാം തന്നെ പറയുന്നു. പക്ഷേ മാറ്റുന്നതും മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലേക്കാണെന്ന് അവർ പറഞ്ഞു. തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളിലേക്കാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളെ തങ്ങൾ ബഹുമാനിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. കാരണം ഈ രംഗത്ത് അവർ നൽകിയ സംഭാവനകൾ വലുതാണ്, വിദ്യാഭ്യാസം നൽകുന്ന രീതികളെല്ലാം വലുതാണ്. അതുകൊണ്ട് തങ്ങൾ മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് തന്നെ മാറ്റുന്നു. അവിടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് വസ്ത്രം ധരിക്കാനും ആ രീതിയിൽ അവർക്ക് പെരുമാറാനുമുള്ള സ്വാതന്ത്ര്യം അവിടെ നിന്ന് തങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്നതെല്ലാം തന്നെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിച്ചപ്പോഴെല്ലാം തന്നെ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവർ എത്തി നിൽക്കുന്നത്. സ്കൂളിൻ്റെ TC വിടുതൽ അപേക്ഷയിലുള്ള ആ തീരുമാനം എന്തെന്ന് ഈ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകുകയും ചെയ്യും. അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഹിജാബ് വിലക്ക് നേരിടേണ്ടി വന്ന വിദ്യാർത്ഥിനി അവർ ഈ വിദ്യാലയം സെൻറ് റീത്താസ് സ്കൂൾ വിടാൻ തന്നെയായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. അവരുടെ പിതാവ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ വ്യക്തത വരുത്തുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് സ്കൂൾ മാനേജ്മെൻറ്റ് നൽകിയ ഹർജിയിൽ, ആ ഹർജി സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജിയാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിൽ ചില നിർദ്ദേശങ്ങളടക്കം നൽകിയിരുന്നു. ഹിജാബിൻ്റെതടക്കമുള്ള കാര്യങ്ങൾ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതിനെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതേ ദിവസത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് സെൻറ് റീത്താസ് സ്കൂൾ എത്തുകയും ചെയ്തത്. ആ നടപടിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഇതിലുള്ള ഒരു തുടർ നടപടികൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സർക്കാർ എന്തെല്ലാം നടപടികൾ എടുത്തു, ഇനി എന്താണ് നടപടികൾ ഇക്കാര്യത്തിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഹൈക്കോടതി ഒരു വിശദീകരണം ആരാഞ്ഞിരുന്നു. സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. സെൻറ് റീത്താസ് സ്കൂളിൻ്റെ അപേക്ഷ സ്റ്റേ ചെയ്യാനായിട്ട് വിസമ്മതിക്കുകയും സർക്കാർ വിശദീകരണം തേടുകയുമാണ് ചെയ്തത്. അപ്പോൾ സർക്കാർ എന്ത് വിശദീകരണം നൽകുന്നു എന്നതിന് ആനുപാതികമായിരിക്കും ഒരുപക്ഷെ ആ കുട്ടി ഇവിടെ നിന്ന് വിദ്യാലയം മാറുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ആ ഹർജി പരിഗണിക്കുന്നത്. ആ ദിവസം വരെയും കുട്ടികളെ സ്കൂളിലേക്ക് വിടേണ്ടതില്ല എന്നതാണ് മാതാപിതാക്കളുടെ തീരുമാനവും. ഡാനി പോളാണ് വിശദ വിവരങ്ങൾ നൽകിയത്.
രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിക്കും. നാളെ രാവിലെ ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് പോകുന്ന രാഷ്ട്രപതി ഉച്ചയോടെ സന്നിധാനത്തെത്തും. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, രണ്ടാമത്തെ ഗവർണറാണ് കേരളത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8 മണി വരെ ഗതാഗത നിയന്ത്രണമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അറിയണം. ഒപ്പം ഗവർണർ എപ്പോഴത്തേക്ക് എത്തും, അതിന്റെ വിവരങ്ങൾ കൂടി. സന്നിധാനത്ത് രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. വി ഗിരി രാഷ്ട്രപതിയായിരിക്കെ 72 സന്നിധാനം ദർശനം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ദ്രൗപദി മുർമു നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർ വരുമെന്ന അറിയിപ്പുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് വൈകുന്നേരം 6:20 രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്താവളത്തിലെത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് അവരെ സ്വീകരിക്കും. ഇന്ന് രാജ്ഭവനിലാകും രാഷ്ട്രപതി തങ്ങുക. നാളെ രാവിലെ അവർ ഇവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് പോകും. 10:20 നിലയ്ക്കൽ ഹെലിപാഡിൽ രാഷ്ട്രപതി ഇറങ്ങുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ. കാലാവസ്ഥ അനുകൂലമാകേണ്ടതുകൂടിയുണ്ട്. ഇന്ന് നല്ല മഴയുണ്ട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ മുഖേന തന്നെയാണ് യാത്ര ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാലാവസ്ഥ കൂടി അനുകൂലമാകേണ്ടതുണ്ട്. അവിടെ നിന്ന് പമ്പയിലേക്ക് എത്തും. റോഡ് മാർഗം കനത്ത സുരക്ഷയിൽ രാഷ്ട്രപതി പമ്പയിലെത്തും. പമ്പയിലാണ് കെട്ടുനിറ. സന്നിധാനത്തേക്ക് പോകാൻ കെട്ടുനിറയ്ക്കുന്ന പമ്പയിലാണ്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 11:10 പ്രത്യേക വാഹനത്തിൽ 4 വീൽ ഡ്രൈവുള്ള ഘൂർക്ക വാഹനമാണ് രാഷ്ട്രപതിക്കായി ഹൈക്കോടതിയുടെ കൂടി അനുമതിയോടുകൂടി സന്നിധാനത്തേക്ക് എത്താൻ വാഹനങ്ങൾ കടത്തിടാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രപതി വരുന്നു, അവരുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അനുമതി ലഭിക്കും. ആ അനുമതിയിൽ പ്രത്യേക സുരക്ഷയിൽ ഗൂർഖ വാഹനങ്ങളിൽ രാഷ്ട്രപതി 11:10 പമ്പയിൽ നിന്ന് 11:50 സന്നിധാനത്തെത്തുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. അവിടെ നിന്ന് 12:10 അവർ 18-ാം പടി ചവിട്ടി സന്നിധാനത്തെത്തും. സന്നിധാനത്ത് 18-ാം പടിയുടെ താഴെ പൂർണ്ണ കുംഭം നൽകി സർക്കാർ പ്രതിനിധികളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും രാഷ്ട്രപതിയെ സ്വീകരിക്കും. ഉച്ചപൂജ തൊഴുന്നുണ്ട് രാഷ്ട്രപതി. ഉച്ചപൂജയ്ക്ക് ശേഷം അവർ ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച് 3 മണിയോടുകൂടി പമ്പയിലേക്ക് നിലയ്ക്കലിൽ നിന്നും മടങ്ങും. നിലയ്ക്കലിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് വീണ്ടും രാജ്ഭവൻ തന്നെയാകും എത്തുക. രാജ്ഭവനിലെത്തിയ ശേഷം ഗവർണറുടെ വിരുന്ന് സത്കാരമുണ്ട്. ഗവർണർ ഒരുക്കിയിട്ടുള്ള വിരുന്ന് സത്കാരം രാഷ്ട്രപതിക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുമായി ഗവർണറുടെ വിരുന്ന് സത്കാരമുണ്ടാകും. അത് കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി മലയാളി കൂടിയായ KR നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്യും. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിരിക്കെയാണ് മലയാളിയായ KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അന്ന് ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു സംസ്ഥാന ഗവർണർ. മുഹമ്മദ് ഖാൻ അത് അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ ആ പ്രതിമ അനാച്ഛാദനം പ്രധാന പരിപാടിയാണ്. രാംനാഥ് കോവിന്ദും അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കും. അതിനുശേഷം രാഷ്ട്രപതി വർക്കലയിലേക്ക് ശ്രീനാരായണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വർക്കലയിലേക്ക് പോകും. അവിടെ നിന്ന് കോട്ടയത്തിലെ പരിപാടികൾക്ക് ശേഷം കുമരകത്ത് വിശ്രമിക്കുന്ന രാഷ്ട്രപതി അടുത്ത ദിവസം എറണാകുളത്തും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഒരു ചുരുക്കം. ഏതായാലും ഇന്ത്യയുടെ രാഷ്ട്രപതി വി ഗിരിക്ക് ശേഷം ഏതാണ്ട് 50 വർഷങ്ങൾക്ക് ശേഷം ഒരു രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുകയാണ്. സന്നിധാനം വിവാദങ്ങൾ നിറഞ്ഞ കാലമാണ്. പക്ഷെ അതൊന്നും അവിടുത്തെ ഈ മാസപൂജ തീർത്ഥാടനത്തെ പോലും ബാധിച്ചിട്ടില്ല. വലിയ തിരക്കാലത്ത് 2 ദിവസങ്ങൾ നമ്മൾ അവിടെ കണ്ടതാണ്. രാഷ്ട്രപതി എത്തുന്നതോടുകൂടി ശബരിമല ഒരു പുതിയ വികസന വഴികളിലേക്ക് കൂടി നീങ്ങും. കാരണം രാഷ്ട്രപതി എത്തുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തിന്റെ പ്രഥമ സന്നിധാനം സന്ദർശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സഹായ പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുമെന്ന് പ്രതീക്ഷയുണ്ട്. രാഷ്ട്രപതിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്നിധാനത്ത് സന്ദർശിക്കാൻ ആലോചിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രധാനമന്ത്രിയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ സന്നിധാനം ശബരിമല ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അതിന്റെ പ്രശസ്തി, അതിന്റെ സൌകര്യങ്ങൾ ഒന്നുകൂടി വർദ്ധിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനം അതിന് വളരെ വലിയൊരു സഹായമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ഉള്ളത്.
തീർച്ചയായും അരുൺ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്നതെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്നാലും രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് സന്നിധാനത്ത് എത്തുന്നത്. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് തിരുവനന്തപുരത്തുള്ളവർ പ്രത്യേകിച്ചും 2 മണി മുതൽ രാത്രി 8 മണി വരെ തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണമുണ്ട്. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവതിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച കേസിലെ പ്രതി ബെഞ്ചമിനെ ഇന്ന് കൂടുതൽ തെളിവെടുപ്പുകൾക്കായി കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. തെളിവെടുപ്പിന്റെ ഭാഗമായി സംഭവം നടന്ന ഹോസ്റ്റൽ മുറിയിലും സമീപത്തും മോഷണം നടത്തിയ വീടുകളിലും ഇയാളെ എത്തിക്കും. പ്രതിയെ പീഡനത്തിനിരയായ യുവതി കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു. ചെന്താമര പ്രതിയായ നെന്മാറ ഇരട്ട കൊലക്കേസിൽ ഇന്ന് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം വായിക്കുക. സജിത വധക്കേസിൽ റിമാൻഡിലായിരുന്ന ചെന്താമര 2025 ജനുവരി 27-ന് സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം സമീപത്തെ കാട്ടിൽ ഒളിച്ച ചെന്താമരയെ 2 ദിവസത്തിന് ശേഷമാണ് പോലീസ് പിടികൂടിയത്. നെന്മാറ സജിത വധക്കേസിൽ പ്രതിയായ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ഒരിടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദ്രോഗ ചികിത്സ പ്രതിസന്ധിയിലേക്ക്. സ്റ്റെന്റ് വിതരണത്തിൽ ഭീമമായ തുക കുടിശ്ശിക വന്നതോടെ 4 സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള സ്റ്റോക്കുകൾ വിതരണ കമ്പനികൾ ഇന്ന് മുതൽ തിരിച്ചെടുത്തു തുടങ്ങും. കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും സ്റ്റോക്കുകളാണ് കമ്പനികൾ തിരികെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഈ വർഷം മാർച്ച് 31 വരെ സ്റ്റെന്റ് വിതരണം നടത്തിയതിൽ 158 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയായുള്ളത്. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിയതിന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാനായി ആരോഗ്യവകുപ്പ് തുക അനുവദിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇതിൽ ചെറിയ ശതമാനം തുക വിതരണക്കാർക്ക് നൽകിയിട്ടുമുണ്ട്. എന്നാൽ മുഴുവൻ തുകയും ലഭിക്കാത്തത് വിതരണ കമ്പനിക്കാരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഭീമമായ തുക കുടിശ്ശികയായതോടെ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സ്റ്റെന്റ് വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ള കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും സ്റ്റോക്കുകളാണ് ആദ്യഘട്ടത്തിൽ തിരികെ എടുക്കുന്നത്. നിലവിൽ സർക്കാർ ആശുപത്രികളിൽ കൺസൈൻമെന്റ് വ്യവസ്ഥയിലാണ് സ്റ്റെന്റ് വിതരണം. വിഷയമുന്നയിച്ച് ആശുപത്രികളിലെ സ്റ്റോക്കുകൾ ഒക്ടോബർ 5 മുതൽ തിരിച്ചെടുക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഡോക്ടർമാരുടെ അടക്കം അഭ്യർത്ഥന പരിഗണിച്ചാണ് കൂടുതൽ സാവകാശം നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേർന്നു. സാരംഗ്, പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളെയാണ് വലിയ തരത്തിൽ ഇത് ബാധിക്കുന്നത്, രോഗികളെയാണ് വലിയ തരത്തിൽ ബാധിക്കുന്നത്. എങ്ങനെ പരിഹരിക്കും? വിവരങ്ങൾ എന്താണ്?
തീർച്ചയായും ഭവ്യ, അതിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ആരോഗ്യവകുപ്പും അതേപോലെ തന്നെ ഈ ഹൃദ്രോഗ ചികിത്സയും എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഈ വർഷത്തെ മാർച്ച് 31 വരെയുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 150 കോടിയിലധികം രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു ശതമാനം കൊടുത്തു തീർത്തിരുന്നു. അതായത് ഈ ഒരു ഹാരിസ് ഇവർക്കലടക്കം ഉന്നയിച്ച ചില വിഷയങ്ങളിൽ ഒരുപാട് വിവാദങ്ങൾ ഉടലെടുത്ത സമയത്ത് ചെറിയൊരു തുക ഈ ഒരു ആരോഗ്യവകുപ്പ് അനുവദിച്ചിരുന്നു. അതിന്റെ ഭാഗമായി മറ്റ് ഇതേപോലെയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിനൊപ്പം തന്നെയുള്ള ഈ ഒരു കുടിശ്ശികയും ചെറിയ രീതിയിൽ കൊടുത്തു തീർത്തു. പക്ഷേ ഈ ഒരു വലിയൊരു തുകയുടെ ചെറിയൊരു ശതമാനം മാത്രം കൊടുത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് ഈ ഒരു സ്റ്റെന്റ് വിതരണക്കാർ കമ്പനികൾക്ക് ഇത് ഈ ഒരു നഷ്ടം നികത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഭീമമായ തുകയാണ് മെഡിക്കൽ കോളേജുകൾ, അതായത് ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, പിന്നീട് കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജും പിന്നീട് എറണാകുളം ജില്ലാ ആശുപത്രിയുമാണ് ഈ ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത്. ഏറ്റവും കൂടുതൽ കുടിശ്ശിക വരാനുള്ളൊരു കാരണം ഈ ആശുപത്രികളിൽ മാസം 300-ലധികം ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അത് ഓരോ രോഗിക്കും ഒരു സ്റ്റെന്റിലധികം സ്റ്റെന്റുകൾ ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു തുക, അതായത് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷയിൽ ഈ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന രോഗികൾക്ക് ഈ ഒരു ഇൻഷുറൻസ് തുക സർക്കാരിൽ നിന്നും അനുവദിച്ച് നൽകിയതിന് ശേഷം മാത്രമാണ് ഈ ആശുപത്രി മാനേജ്മെന്റിന് ഈ ഒരു സ്റ്റെന്റ് വിതരണക്കാർക്ക് ഈ പണം നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാലതാമസമാണ് ഈ ഒരു കുടിശ്ശിക, ഭീമമായ കുടിശ്ശികയിലേക്ക് എത്താനുള്ള ഒരു കാരണം. ഈ ഒരു പ്രതിസന്ധി മറികടക്കണമെങ്കിൽ കൃത്യമായൊരു തുക അനുവദിച്ച് നൽകുകയല്ലാതെ മറ്റൊരു വഴിയില്ല. കാരണം ഈ ഒരു കൺസേവന്റ് തുടരുക. ഇപ്പോൾ ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽ ഇംപ്ലാന്റ്സ് ആൻഡ് ഡിസ്പോസലിന്റെ പ്രതിനിധി ശ്രീ നിതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നിതീഷ്, ഞങ്ങൾക്കറിയാം വലിയൊരു തുക തന്നെ, ഭീമമായൊരു തുക തന്നെയാണ് നിങ്ങൾക്ക് കുടിശ്ശികയായി ലഭിക്കാനുള്ളത്. പക്ഷേ സാധാരണക്കാരായ രോഗികളെയാണ് ഇത് വലിയ തരത്തിൽ ബാധിക്കുന്നത്. സർക്കാർ ഒരു ഇടപെടൽ നടത്തുന്നില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? വിവരങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ മിനിസ്റ്ററെ കണ്ട് നമ്മൾ ലെറ്റർ കൊടുത്തിരുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ കുറെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തിരുന്നു. അത് അടിസ്ഥാനത്തിൽ ഓഗസ്റ്റിൽ പോസിറ്റീവായി റെസ്പോൺസ് ഉണ്ടാവും, പേയ്മെന്റ് വരുന്നു പറഞ്ഞിരുന്നു. 30 വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ 1-ാം തീയതി നമ്മൾ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സെപ്റ്റംബർ ഒക്ടോബർ വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. സെപ്റ്റംബർ അവസാനം സെപ്റ്റംബർ 25-ാം തീയതി നമ്മൾ ഓൾറെഡി ലെറ്റർ കൊടുത്തിരുന്നു. ഇനിയും നമ്മൾ പോസിറ്റീവ് തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റോക്കുകൾ നമ്മൾ തന്നെ പെയ്ഡ് സ്റ്റോക്കാണ് കാറ്റാബിൾ കൺസൈൻമെന്റിന് വെച്ചത്. ആ സ്റ്റോക്ക് നമ്മൾ തിരിച്ചെടുക്കുന്നു ലെറ്റർ കൊടുത്തിരുന്നു. 5-ാം തീയതി നമ്മൾ ഒക്ടോബർ 5-ാം തീയതി തിരിച്ചെടുക്കുന്നു പറഞ്ഞ് സെപ്റ്റംബർ 20 ലെറ്റർ കൊടുത്തിരുന്നു. അത് ഒക്ടോബർ 3-ാം തീയതി നമുക്കൊരു ഓൺലൈൻ മീറ്റിംഗ്, DMEയുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ അവർ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ക്ലിയർ ചെയ്യുന്നു ഉറപ്പ് തരുന്നു. അത് അടിസ്ഥാനം നമ്മൾ 5-ാം തീയതി സ്റ്റോക്ക് എടുത്തില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പല പ്രാവശ്യം റെസ്പോണ്ട് ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടാത്തതുകൊണ്ട് ഇന്ന് 21-ാം തീയതി നമ്മളെ ആദ്യത്തെ 4 ഹോസ്പിറ്റൽ, അതായത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, എറണാകുളം GH, ഇത്രയും ഹോസ്പിറ്റൽസ് നമ്മൾ മേജർ പേയ്മെന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് നമ്മൾ സ്റ്റോക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ന് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ലെറ്റർ കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് പിൻവലിക്കാനാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു, കാരണം മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വേണം. കാരണം നമ്മൾ പേയ്മെന്റ് ഇഷ്യൂ ഉണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ സ്റ്റോക്കുകൾ ഇന്ന് മുതൽ തിരിച്ചെടുക്കുമെന്ന് നിങ്ങൾ സർക്കാരിനെ അറിയിച്ചിരുന്നല്ലോ, ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചൊരു മറുപടി എന്താണ്? 25-ാം തീയതി സെപ്റ്റംബർ 25-ാം തീയതി നമ്മൾ ഒക്ടോബർ 5-ാം തീയതി എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊത്തം എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 3-ാം തീയതി ഓൺലൈൻ മീറ്റിംഗ് വരെ വന്നത്. ആ മീറ്റിംഗിലും പോസിറ്റീവായി റെസ്പോൺസ് ഉണ്ടാവും, പെട്ടെന്ന് പൈസ തരുന്ന പറഞ്ഞു. പക്ഷെ ഇതുവരെ പണമൊന്നും കിട്ടിയിട്ടില്ല. പണം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മാർച്ച് 2025 മാർച്ച് വരെയല്ല, അതന്നെ നമുക്ക് ഒരു 8 മാസം ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂ. എന്നിരുന്നാലും മാർച്ച് 31 വരെയുള്ള പേയ്മെന്റെങ്കിലും നമുക്ക് തീർത്തരണം റിക്വസ്റ്റ് ചെയ്തിരുന്നു. എത്രയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? കുടിശ്ശിക എത്രയാണുള്ളത്? നമുക്ക് 158.9 കോടിയാണ് നമുക്ക് പേയ്മെന്റ്. നമുക്ക് അന്ന് ജൂൺ വരെയുള്ള കണക്കെടുത്തിട്ട് നമ്മൾ ഓഗസ്റ്റിൽ കൊടുക്കുമ്പോൾ ജൂൺ 30 വരെയുള്ള കണക്കെടുത്തിട്ടാണ് കൊടുത്തത്. ആ 158.9 ക്രോസ് ആണ് കിട്ടാനുള്ളത്. അതിൽ ഓൾമോസ്റ്റ് ഒരു എല്ലാം കൂടെ കേരളത്തിൽ ഒരു 10-28 കോടിയോളം നമുക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ടുള്ളൂ. അതായത് പലതവണ അറിയിച്ചിട്ട് പോലും സർക്കാരിൽ നിന്ന് ഉചിതമായ ഒരു മറുപടി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്ലേ? കഴിഞ്ഞ വർഷം 2024 ഏപ്രിലിൽ നമ്മൾ ഇതേപോലെ സ്ട്രൈക്ക് വന്ന സമയത്ത് സമരം നിർത്തുമ്പോൾ ഏകദേശം 70 കോടി ഔട്ട്സ്റ്റാൻഡിംഗ് വെച്ച് സമരം നിർത്തുമ്പോൾ ഞങ്ങൾക്ക് ആ സമയം കിട്ടിയ ഉറപ്പ് എന്തായിരുന്നു വെച്ചാൽ നമ്മൾ പേയ്മെന്റെങ്കിൽ എല്ലാ മാസവും കുറച്ച് എമൗണ്ട് തന്നിട്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്ന പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ എടുത്തുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്ട്രൈക്ക് നിർത്തിയത്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടും സമീപനം പഴയതുപോലെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമുക്ക് മാർച്ച് വരെ പേയ്മെന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉറപ്പിൽ നിന്ന് നിർത്തിയിട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ല. നിതീഷ്, നിങ്ങൾ എന്തായാലും ഇന്നു മുതൽ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കുമെന്ന് പറയുന്നു. ഇത് സാധാരണക്കാരായ രോഗികളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പരിഹരിക്കാം?
അല്ല, അതിനൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 18-19 മാസമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്ത പൈസ കിട്ടാതിരുന്നപ്പോഴും നമ്മളെ റെന്റ് കൊടുക്കണം, നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, GST എമൗണ്ട് അടയ്ക്കണം, സ്റ്റാഫിന് സാലറി കൊടുക്കണം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഈ പേഷ്യൻസിന്റെ ഈ ബുദ്ധിമുട്ട് പരിഗണിച്ച് കഴിഞ്ഞ 21 മാസമായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ടും കടമെടുത്തിട്ടും ലോൺ എടുത്തിട്ടും മാനേജ് ചെയ്തു പോവാണ്. ഇതിലപ്പുറത്ത് ഞങ്ങൾ എങ്ങനെയാ സ്ട്രെച്ച് ചെയ്യുക? ഞങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? തീർച്ചയായും നിങ്ങളുടെ സാഹചര്യം പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ ഇത്രയും ഈ പൈസ നമ്മൾ കടമെടുത്ത് അതിന് നമ്മൾ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സമരത്തെ പറ്റി ചിന്തിക്കുന്നത്. കാരണം നമുക്ക് പണം കിട്ടിയിട്ടില്ല, ഇനി മുന്നോട്ട് നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഈ സമരത്തെ പറ്റി ചിന്തിക്കുന്നത്. എന്നിട്ടും 2 മാസമായി നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ലെറ്റർ കൊടുത്തു, സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് നമ്മൾ സമരം തുടങ്ങി, ഒക്ടോബർ 21 ഇതുവരെ നമുക്ക് പോസിറ്റീവ് സമീപനം കിട്ടിയിട്ടില്ല. ഇനി ആരെ നമ്മൾ വെയിറ്റ് ചെയ്യണം? തീർച്ചയായും CDMID പ്രതിനിധി ശ്രീ നിതീഷാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ വ്യക്തമായി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിവിന്റെ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത്രമാത്രം ഭീമമായ തുകയാണ് കുടിശ്ശിക വന്നത്. അതുകൊണ്ട് അവസാനം ഒരു വഴിയുമില്ലാതെയാണ് ഇത്തരത്തിൽ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് അവർ എത്തിയെന്നാണ് അവർ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്. ഇതിൽ സർക്കാരിന് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം ബുദ്ധിമുട്ടിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കാനുള്ള കാര്യത്തിലേക്ക് അതിന്റെ ഉടമകൾ പോകുന്നത്. ഇനി ഇടപെടേണ്ടത് സർക്കാരാണ്. ഇടപെടേണ്ട സമയം വൈകിപ്പോയി, പക്ഷേ ഇനിയെങ്കിലും സർക്കാർ ഇടപെടണം. സാധാരണക്കാരായ രോഗികളെ ബാധിക്കുന്ന വിഷയമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് നഗരത്തിലെ പുതിയ പാളയം മാർക്കറ്റിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കും. വ്യാപാരികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാതെയാണ് മാർക്കറ്റ് നിർമ്മാണമെന്ന് ആരോപിച്ച് ഒരു വിഭാഗം വ്യാപാരികൾ പഴയ മാർക്കറ്റിന് മുന്നിൽ പ്രതിഷേധമിരുന്നിരുന്നു. പാളയത്ത് തന്നെ മാർക്കറ്റ് നിലനിർത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, പുതിയ മാർക്കറ്റ് എന്തായാലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അല്പസമയത്തിനകം ഉദ്ഘാടനം ഉണ്ടാകും. പക്ഷേ അതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് വലിയ പ്രതിഷേധവുമുണ്ട്. വിവരങ്ങൾ. ശ്രീജ, പഴയ പാളയം മാർക്കറ്റിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. രാവിലെ മനുഷ്യച്ചങ്ങല തീർത്തിരുന്നു പാളയം മാർക്കറ്റിലെ പഴയ കച്ചവടക്കാർ. എന്താണ് നിങ്ങളുടെ നമ്മൾ ഒരു കാരണവശാലും ഇവിടെ നിന്ന് മാർക്കറ്റ് മാറ്റാൻ സംഭവിക്കില്ല. കാരണം അത്രയ്ക്കും ആളുകൾ തിങ്കി പാർക്കിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഈ മേഖലയിൽ നിന്നും ഒരു കാരണവശാലും നമുക്കിത് മാറ്റി വെക്കാൻ സാധിക്കില്ല. കാരണം കുത്തകൾക്ക് തീരെ എഴുതി കൊടുക്കുന്ന സംഭവം കോർപ്പറേഷൻ നേരിട്ട് മാറ്റുന്ന ഒരു സംഭവമല്ല. കോർപ്പറേഷൻ ഒരു വാടക പോലും കിട്ടുന്നില്ല. 35 കൊല്ലത്തേക്ക് കുത്തകൾക്ക് തീരെ എഴുതി കൊടുത്തൊരു സംഭവമാണ്. ആ സാധനത്തേക്ക് ഇവിടുത്തെ സാധാരണക്കാരന് വലിയ വാടകയും വലിയ ഇതും കൊടുത്തിട്ട് അവിടെ പോയി കച്ചവടം ചെയ്ത് ഒരു കാരണവശാലും വിജയിക്കാൻ കഴിയില്ല. അത് അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. പുഴവക്കത്താണ്. എങ്ങനെയാണ് അതിന് ഇത് പെർമിഷൻ തന്നെ കിട്ടിയതിനെ കുറിച്ച് ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരനായ ഒരാൾക്ക് പുഴവക്കത്ത് വീട് വെക്കാൻ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ അത്രയും വലിയൊരു സമുച്ചയം അവിടെ പണിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു നിയമം പാസ്സാക്കി കൊടുത്തതെന്ന് വരെ ഞങ്ങൾക്ക് വിവരാസത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ശക്തമായ ഇത് നമുക്ക് കിട്ടണം. ശക്തമായ മരണം വരെ ഞങ്ങൾ ഈ മകളെ മാർക്കറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് പിന്നോടും. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ പുതിയ മാർക്കറ്റ്, ഈ നഗരം മാറുന്നു, വലുതാകുന്നു, അതിനനുസരിച്ച് സൗകര്യങ്ങൾ മാറുന്നു, എന്താണ് നിങ്ങളുടെ എതിർപ്പ്? യാതൊരു വ്യവസ്ഥയുമില്ലാതെ കോർപ്പറേഷന്റെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തികളെ കൊണ്ട് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി BOT അടിസ്ഥാനത്തിലാണ് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അവിടെ ലക്ഷക്കണക്കിന് രൂപ 20 ലക്ഷവും 30 ലക്ഷവും ചെറിയ റൂമിന് അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് സ്ക്വയർ ഫീറ്റിന് 100 രൂപ ഇനത്തിൽ വാടക വാങ്ങിക്കൊണ്ട് നമ്മുടെ പാളയത്തെ ഫ്രൂട്ട്സ് പച്ചക്കറി മാർക്കറ്റ് തകർക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം ഇവിടെ നെസ്റ്റ് പോലെയുള്ള റിലയൻസ് പോലെയുള്ള വമ്പൻ കുത്തക മുതലാളിമാർക്ക് കോഴിക്കോട്ടെ പാളയത്തെ മാർക്കറ്റ് പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി നോക്കി, അവിടെ പച്ചക്കറിയും ഫ്രൂട്ട്സും വിൽപ്പന നടക്കുന്നില്ല, ചീഞ്ഞു പോകുകയാണ്. വലിയ വിലക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നില്ല. കാരണം എന്താ? ചെറിയ ലാഭം എടുത്തുകൊണ്ട് ഇവിടെ പച്ചക്കറിയും ഫ്രൂട്ട്സും വിൽപ്പന നടത്തുന്ന, പതിറ്റാണ്ടുകളായി വിൽപ്പന നടത്തുന്ന ഒരു പ്രദേശമാണ് പാളയം മാർക്കറ്റ്. ഇത് തകർത്തെങ്കിൽ മാത്രമേ അവിടെയുള്ള കുത്തക മുതലാളിമാർക്ക് ഇത്തരത്തിലുള്ള വ്യാപാരം പച്ചപിടിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് തൊഴിലാളികളെ പറിച്ചു നടുകയാണ്. ഇവിടെ നമ്മൾ MDMA വിൽപ്പനക്കാരല്ല, നമ്മൾ വേറെ എന്തെങ്കിലും വ്യാജമായിട്ട് നടത്തുന്നവരല്ല. പുലർച്ചെ 3 മണിക്ക് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് ഉണരും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പുലർച്ചെ വന്ന് കണ്ട് കച്ചവടം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണമാണ് നമ്മുടെ കുടുംബത്തിനെ പോറ്റുന്നത്. ആ കുടുംബത്തിനെ പോറ്റുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ഈ പാളയത്തെ തൊഴിലാളികളെയും ഇവിടുത്തെ കച്ചവടക്കാരെ തകർക്കുക എന്നുള്ളത് കുത്തക ഭീമന്മാരുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി കോർപ്പറേഷന്റെ അധികാരികൾ യാതൊരുവിധ വ്യവസ്ഥയുമില്ലാതെ, യാതൊരുവിധ ചർച്ചയുമില്ലാതെ
അവര് ധിക്കാരപരമായ സമീപനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ അവസാനത്തെ ആളുടെ ജീവൻ നഷ്ടപ്പെടുന്നതുവരെ ഈ സമര പോരാട്ടവുമായി ഞങ്ങൾ വ്യാപാരികളും നമ്മുടെ തൊഴിലാളികളും ഒറ്റക്കെട്ടായി ഇവരുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഞങ്ങൾ ഒരിക്കലും കുറച്ച് ആളുകളെ കരിങ്കാലികളെ ഇവിടെ നിന്ന് പറിച്ച് അവിടെ കൊണ്ടുപോയി ഒരു നാടകം പോലെ അവിടെ കുറച്ച് ആളുകളെ അവിടെ കച്ചവടത്തിന് വേണ്ടി ഏൽപ്പിച്ച് അവിടെ മുഖ്യമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ ഞങ്ങൾ പിറകോട്ട് പോകുമെന്നാണ് അവർ കരുതിയിട്ടുള്ളത്. ഞങ്ങൾ പിറകോട്ടില്ല. ഞങ്ങൾ സത്യസന്ധമായി കച്ചവടം നടത്തുന്നവരാ. ഞങ്ങൾ യാതൊരുവിധ താല്പര്യത്തിന്റെ ഭാഗമായിട്ടല്ല. അവർക്ക് പണം വേണമെങ്കിൽ മുതലാളിമാർ കൊടുക്കുന്നത് പോലെ പണം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. പക്ഷെ ഞങ്ങൾ ബക്കറ്റ് പിരിവെടുത്തിട്ടോ പാട്ട പിരിവെടുത്തിട്ടോ ഈ കോർപ്പറേഷന്റെ അധികാരികൾക്ക് പണം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭിക്ഷയെടുത്ത് കൊടുക്കാൻ തയ്യാറാ. പക്ഷെ ഞങ്ങളുടെ ജീവിതമാർഗം അത് തകർത്തുകൊണ്ട് ഒരടി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇത് ഞങ്ങളുടെ ഒരു വ്യക്തിയുടെ സംസാരമോ അഭിപ്രായമല്ല. ഇവിടുത്തെ വ്യാപാരികളുടെയും ഇവിടുത്തെ തൊഴിലാളികളുടെയും ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികളും അടങ്ങുന്ന ഞങ്ങളുടെ കോർഡിനേഷന്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് മരണം വരെയും ഈ സമര പോരാട്ടവുമായി ഈ പാളയം മാർക്കറ്റിൽ നിന്ന് ഒരു ഇഞ്ച് മാറ്റാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇവിടെ പാളയത്തിന്റെ ഹൃദയം കീറിമുറിച്ചുകൊണ്ട് കുത്തക മുതലാളിമാരോട് പണം വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് മാറ്റിത്തരാമെന്ന് കോർപ്പറേഷൻ അധികാരികൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങിവെച്ച പണം തിരിച്ചു കൊടുത്തേക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങൾ ഒരു വടി പിറകോട്ടില്ല. ഞങ്ങളിൽപ്പെട്ട അവസാനത്തെ കച്ചവടക്കാരന്റെയും ഞങ്ങളിൽപ്പെട്ട അവസാനത്തെ തൊഴിലാളിയുടെയും കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് ഇവിടെ സ്ഥലപരിമിതമുണ്ട്, റോഡാണ്, എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉള്ള സ്ഥലമാണ്. ഇതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമല്ലേ പുതിയ സ്ഥലം. ഒപ്പം ആധുനിക നഗരങ്ങളിലെല്ലാം ആധുനിക തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട്. പഴയ രീതിയിലുള്ള മാർക്കറ്റുകളല്ല ഉള്ളത്. സ്വകാര്യവും പൊതു ഇതൊക്കെ ഇപ്പൊ നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലും സർക്കാരിന്റെ മാത്രമല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങളിവിടെ പുലർച്ചെ 3 മണിക്ക് ആരംഭിക്കുന്നതാ. മാക്സിമം ബ്ലോക്ക് വരെ എത്ര മണി വരാ? ഒരു 8 മണി 9 മണി വരെ. നിങ്ങൾ തൊണ്ടയാടേക്ക് പോകണം, നിക്ഷാൻ, അതുപോലെ തന്നെയുള്ള അവിടെ വരുന്ന മൈജിയുടെ സ്ഥാപനം, അവിടെയുള്ള നിങ്ങൾ കാറുമായിട്ട് വൈകുന്നേരം ഒരു 1.5 മണിക്കൂർ നിങ്ങൾ തൊണ്ടയാട് ബ്ലോക്ക് ആവാതെ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അവരെയൊന്നും മാറ്റി വെച്ചുകൊണ്ട് ഒരു വികസന പ്രവർത്തനമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെ പാളയം ഒരുപാട് സ്ഥലമുള്ള ഭൂമികയാണ്. ഇവിടെ നവീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് എന്തുകൊണ്ട് ഇവിടെ വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല? ഈ പാളയം പതിറ്റാണ്ടുകളുടെ പൈതൃകമുള്ള ഈ പാളയത്തെ ഭൂമികയിൽ ഇവിടെ ഒരു വികസനം കൊണ്ടുവരാൻ അവരൊരുക്കമല്ല. കാരണം എന്താ? ഇതാണ് ശ്രീജ, ഈ പഴയ വ്യവസായികളുടെ ഒരു വികാരം തരത്തിലും പുതിയ സാഹചര്യത്തിലേക്ക് മാറാൻ തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കരിദിനമായി ആചരിച്ച് ഈ പാളയം മാർക്കറ്റ് മുതൽ മുന്നേക്ക് മനുഷ്യച്ചങ്ങല പിടിച്ചാണ് ഈ വ്യാപാരികൾ അവരുടെ പ്രതിഷേധം അറിയിച്ചത്. എന്തായാലും അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. പക്ഷേ എന്ത് വില കൊടുത്തും ഈ മാർക്കറ്റ് ഇവിടുന്ന് മാറ്റാനുള്ള തീരുമാനത്തെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഈ വ്യാപാരികൾ പറയുന്നത്. കുറച്ച് നാളുകളായി തന്നെ ഈ മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങിയ സമയം മുതൽ തന്നെ ഒരു വിഭാഗം വ്യാപാരികൾ ഇതിനെ എതിർത്ത് തന്നെ നിൽക്കുകയാണ്. പക്ഷേ കോർപ്പറേഷൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും മാർക്കറ്റ് അല്പനാളുകൾക്കുള്ളിൽ അവിടേക്ക് മാറ്റും. കാരണം നഗരവികസനത്തിന് ഒരുപാട് സ്ഥലം ആവശ്യമാണ്. ഇത്തരത്തിൽ നഗരഹൃദയത്തിൽ ഈ മാർക്കറ്റ് നിന്നാൽ അത് കൂടുതൽ അസൗകര്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പഴയ കെട്ടിടങ്ങൾ അടക്കമുള്ളവ മാറ്റി ആധുനിക സജ്ജീകരണങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്ന ഒരു വാദമാണ് കോർപ്പറേഷൻ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പാളയം മാർക്കറ്റ് ഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഷീജ, കോഴിക്കോട് പാളയം മാർക്കറ്റിന് സമീപം വലിയ പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരുന്നത്. വലിയ തരത്തിൽ പ്രതിഷേധിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി പുതിയ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ എത്തും. നമുക്ക് ആ സമയത്ത് ആ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ചെറിയൊരു ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകം.
ബംഗളൂരുവിൽ ഓല സ്കൂട്ടറിലെ എഞ്ചിനീയറുടെ ആത്മഹത്യയിലെ കമ്പനി സിഇഒയ്ക്കെതിരെ കേസെടുത്ത പോലീസ്. ജീവനൊടുക്കിയ അരവിന്ദിന്റെ മുറിയിൽ നിന്ന് 29 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ അക്കൌണ്ടിലേക്ക് മരിച്ച 2 ദിവസങ്ങൾക്ക് ശേഷം 17 ലക്ഷത്തിലധികം രൂപ ക്രെഡിറ്റ് ആയതാണ് സംശയങ്ങൾ കമ്പനി ഉദ്യോഗസ്ഥരിലേക്ക് നീണ്ടത്. അതേസമയം കമ്പനിയും ആരോപണ വിധേയരും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, വിവരങ്ങൾ. ഭവ്യ, ഇതിപ്പോൾ സംഭവിച്ചത് സെപ്റ്റംബർ 28-ന് ഒരു ഓലയിലെ ഒരു ജീവനക്കാരൻ, അരവിന്ദ് എന്ന് പറയുന്ന 38-കാരനായ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കമ്പനി വക 17,46,000 രൂപ ക്രെഡിറ്റ് ആകുമ്പോഴാണ് ഈ ആത്മഹത്യയുടെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നത്. അങ്ങനെ ഈ അരവിന്ദിൻ്റെ സഹോദരൻ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു വലിയ ഒരു ഓല എന്ന് പറയുന്ന കമ്പനിയുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ മോശമാണെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് 28 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. അതിൽ പ്രധാനമായും ഈ അരവിന്ദ് പറഞ്ഞിരുന്നത് വലിയ രീതിയിലുള്ള മാനസിക പീഡനം ഈ കമ്പനിയിൽ നിന്ന് ഏറ്റിരുന്നു. അതുപോലെ ശമ്പളം കൃത്യമായി നൽകിയിരുന്നില്ല, വലിയ രീതിയിലുള്ള പീഡനങ്ങൾ മേലുദ്യോഗസ്ഥർ ഏൽപ്പിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കമ്പനിക്കെതിരെ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും കമ്പനിയുടെ സിഇഒ ഭവിഷ് അഗർവാളിനെതിരെയാണ് വലിയ ആരോപണം ഉന്നയിച്ചത്. അതുപോലെ സുബ്രത കുമാർ ദാസ് എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയും ഈ മരിച്ചുപോയ അരവിന്ദ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് ബാംഗ്ലൂരുവിലെ സുബ്രഹ്മണ്യപുരം പോലീസ് ഇത്തരത്തിലൊരു കേസെടുക്കുന്നതും പിന്നീട് കമ്പനിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ, സിഇഒ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നതും. പിന്നാലെ ഈ ഭവിഷ് അഗർവാൾ കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോകുന്നുണ്ട്, അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗളൂരു ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യങ്ങളിലേക്ക് വരെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിനു മുമ്പ് കഴിഞ്ഞ മെയ് മാസം ഇത്തരത്തിൽ ഇതുപോലെ ഒരു യുവാവ്, 24 വയസ്സുള്ള ഒരു യുവാവ്, നിഖിൽ എന്ന് പറയുന്ന ഒരു യുവാവ് നേരത്തെ അവിടെ ആത്മഹത്യ ചെയ്തിരുന്നു. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ മോശമാണെന്നുള്ള രീതിയിലുള്ള പിന്നീടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു ആത്മഹത്യ കൂടി കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ വിശദീകരണം എന്ന് പറയുന്നത് ഇയാളുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. എന്നാൽ കമ്പനിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സമയം, അതായത് അരവിന്ദ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും കമ്പനിക്കെതിരെയോ കമ്പനിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മരണത്തിന് ശേഷം ഇത്തരത്തിൽ കമ്പനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും കുടുംബത്തിനൊരു സഹായം എന്നുള്ള നിലയിൽ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും തീർത്ത് അതിൻ്റെ എമൗണ്ട് കമ്പനി അരവിന്ദിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കമ്പനിയുടെ വിശദീകരണം. കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളിൽ എല്ലാ അന്വേഷണങ്ങൾക്കും കൂടെ നിന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ പോലീസിനോട് സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കമ്പനിയുടെ നിലപാട്. എന്നാൽ നമുക്കറിയാം, ഈ ഓല കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധി ഈ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ നേരത്തെ പറഞ്ഞതുപോലെ മെയ് മാസത്തിൽ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തതടക്കം, അതുപോലെ തന്നെ വാഹനങ്ങളുടെ സർവീസുകളിലടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നടക്കമുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിലടക്കം നിരവധി കമ്പനികൾക്ക്, സർവീസ് സെൻ്ററുകൾക്ക് മുമ്പിൽ ആളുകൾ, കസ്റ്റമേഴ്സ് പോയി നിന്നുകൊണ്ട് സമരം ചെയ്യുന്നതും വാഹനങ്ങൾ കത്തിക്കുന്നതും സർവീസ് സെൻ്റർ തകർക്കുന്നതടക്കമുള്ള നിരവധി വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു 38 വയസ്സുകാരനായ യുവാവ് ഇത്തരത്തിൽ കമ്പനി നിന്ന് ഒരു മാനസിക പീഡനം ഏൽക്കുന്നു, ശമ്പളം പോലും കൃത്യമല്ല എന്നുള്ള കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിപ്പോൾ ഓല സ്കൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കുമിടയിൽ ഇത്തരത്തിലൊരു അമർഷം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശങ്ക കമ്പനിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വർക്ക് പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിൽ കേരളത്തിലടക്കം നിരവധി അവിടുത്തെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ ഇത്തരത്തിൽ സങ്കടം പറയുന്നത് നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വർക്ക് പ്രഷറാണ് ഓലയിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ അരവിന്ദ് എന്ന് പറയുന്ന 38 വയസ്സുകാരനായ എഞ്ചിനീയറിൻ്റെ ആത്മഹത്യ. എന്തായാലും കേസ് പോലീസിൻ്റെ അന്വേഷണത്തിലാണ്. വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സിഇഒയ്ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67ാമത് സംസ്ഥാന കായികമേളയ്ക്കൊരുങ്ങി തലസ്ഥാനം. ഇന്ന് വൈകുന്നേരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഫുട്ബോൾ അഭിമാന താരം IM വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തും. 20,000-ലധികം വരുന്ന കായിക താരങ്ങളാണ് ഇക്കുറി മേളയിൽ പങ്കെടുക്കുന്നത്.
കേരളത്തിലുടനീളമുള്ള 20,000-ലധികം കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന സംസ്ഥാന കായികമേളയ്ക്ക് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 12 വേദികളിലായി നടക്കുന്ന കായികമേളയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിനു മുന്നോടിയായി ഓരോ ജില്ലകളിൽ നിന്നുള്ള 300ഓളം കായിക താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാർച്ച് പാസ്റ്റ് നടക്കും. അതിൽ കേരളത്തിന്റെ അഭിമാന താരമായ IM വിജയനാണ് ദീപശിഖ ഏന്തുന്നത്. ഒപ്പം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും പങ്കെടുക്കും. കായികമേളയ്ക്കെത്തുന്ന ഈ താരങ്ങളെയെല്ലാം വരവേൽക്കാനായി തലസ്ഥാന നഗരി പരിപൂർണമായി ഒരുങ്ങിക്കഴിഞ്ഞു. 142 ബസ്സുകളും 74 സ്കൂളുകളും ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന സ്കൂളുകളാണ് നിലവിൽ ഈ കുട്ടികളുടെ അടക്കം ഈ താമസ സൗകര്യത്തിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവർക്ക് ഈ വേദിയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ വേണ്ടി 142 ബസ്സുകളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ തവണത്തെയും പോലെ പഴയിടം നമ്പൂതിരിയാണ് ഇത്തവണയും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കുന്നത്. ഇതിനൊപ്പം കാലാവസ്ഥ മാത്രമാണ് ചെറിയൊരു വിപരീത ഘടകമായി നിലനിൽക്കുന്നത്. അത്തരത്തിൽ കാലാവസ്ഥ, മഴ ഒരു പ്രശ്നമായി വരികയാണെങ്കിൽ പ്ലാൻ B ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം നമ്മോട് പ്രതികരിച്ചത്. പ്ലാൻ ബിയിൽ ഇത്തരം വർണ്ണാഭമായ കാര്യങ്ങൾ നടത്താൻ കഴിയില്ലെങ്കിലും പ്ലാൻ എയിൽ തന്നെ തുടരാനാണ് പരമാവധി ശ്രമിക്കുക എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നത്, ഒരു വെല്ലുവിളി വന്നിരിക്കുന്നത് കാലാവസ്ഥയാണ്. അപ്പം മൈതാനത്തിൽ ഒക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. അവിടെ ഇൻഡോർ സ്റ്റേഡിയം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 8 ഇൻഡോർ ഐറ്റംസിന്റെ മത്സരം നടക്കുകയാണ്. അത് വിവിധ ഏജ് ഗ്രൂപ്പുകളുള്ള മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ മഴ പെയ്തതോടുകൂടി വലിയ കെടുതി ഉണ്ടായിരിക്കുകയാണ്. അപ്പം അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവ് വന്നാൽ പോലും അത് തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി കേരളത്തിന്റെ അഭിമാന താരം സഞ്ജു സാംസണും ഗുഡ്വിൽ അംബാസിഡറായി സിനിമാ താരം കീർത്തി സുരേഷുമാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം ഗൾഫ് മേഖലയിൽ നിന്നുള്ള 30-ലധികം കായിക താരങ്ങൾ ഇത്തവണ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണ കപ്പാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് നൽകുക. അത് ഏത് ജില്ലയാകുമെന്ന ആകാംക്ഷ ഇനി വരുന്ന ഓരോ ദിവസവും മലയാളികളെ കാത്തിരിക്കും. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ദീപാവലിക്ക് പിന്നാലെ ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷം. ഇന്ന് പുലർച്ചെ 5:30 രാജ്യതലസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ശരാശരി IQI 346 പലയിടത്തും പുകമഞ്ഞ് രൂപപ്പെട്ടത് ഗതാഗതത്തെയും ബാധിച്ചു. ഇന്നലെ രാത്രി 10 മണിക്ക് ഡൽഹിയിലെ പല സ്ഥലങ്ങളും 400 മുകളിലായിരുന്നു വായു നിലവാരം. ശരീരത്തിന് ഹാനികരമായ അതിഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഈ നിലയിൽ ഉണ്ടാക്കാനിടയുണ്ട്. പ്രായമായവരും കുട്ടികളും പരമാവധി വീടുകളിൽ തന്നെ തുടരണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇത്തവണ ഡൽഹിയിൽ ഗ്രീൻ ക്രോക്കേഴ്സാണ് ദീപാവലി ദിവസം പൊട്ടിച്ചത്. എന്നാൽ സമീപ പ്രദേശങ്ങളിലെ പടക്കങ്ങളുടെ ഉപയോഗം തലസ്ഥാന നഗരിയെയും ബാധിച്ചു. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.